അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ പോളിംഗ് 45% കടന്നു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയമുള്ളത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 70.91% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ തെക്കോട്ട് വരുമ്പോൾ 3% കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ വടക്കോട്ട് പോകുമ്പോൾ വീറോടും വാശിയോടും കൂടി അവിടുത്തെ ആളുകൾ, ജനങ്ങൾ, സമ്മതിദായകർ ഉച്ചവരെ പോളിംഗിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലാ ജില്ലകളിൽ നിന്നും 7 ജില്ലകളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. നമുക്ക് ഓരോ ഇടങ്ങളിലേക്കും പോകണം. ഓരോ സ്ഥലത്തെയും പ്രമുഖരുടെ വോട്ട്, ഒപ്പം എന്തൊക്കെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. പെർസെൻറ്റേജ് ഇതുവരെ 50% പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു ഉച്ചവരെ എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 6 വരെ, 6 മണിക്ക് ശേഷവും ബൂത്തിൽ തങ്ങുന്ന ആളുകൾക്കെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി സാധാരണ ഒരു പോളിംഗിലൊരു മന്ദഗതി ഉണ്ടാകാറുണ്ട്. ഊണിൻ്റെ സമയമാണ്. ആ ഒരു സമയത്തൊക്കെ തന്നെ സ്വാഭാവികമാണ് ഒരു മന്ദഗതി കാണാറുണ്ട്. പിന്നീട് ഒരു 4 മണിക്ക് ശേഷം അങ്ങനെ വീണ്ടും പോളിംഗ് ബൂത്തുകൾ സജീവമാകുന്ന സാഹചര്യവും കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാട്ടേക്ക് നമ്മൾ ആദ്യം പോകുന്നു. പാലക്കാട് ഈ ദിവസം വലിയൊരു ത്രില്ല് കാണാൻ കഴിയുന്നുണ്ട്. ആകാംക്ഷയുടെയൊക്കെ തന്നെ ദിവസമാണ്. അരുൺ ശങ്കർ ചേരുകയാണ്. അരുൺ, പാലക്കാട് സംഘർഷമുണ്ടായ ഒരു സ്ഥലം കൂടിയാണിന്ന്. രാഷ്ട്രീയമായിട്ട് വലിയ പോരാട്ടം അവിടെ നടക്കുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ടത്, അവിടേക്ക് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോളിംഗിന് വേണ്ടി എത്തുമോ, വോട്ട് ചെയ്ത് രേഖപ്പെടുത്താൻ എത്തുമോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ജില്ലയിലെ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തായാലും ജില്ലയിൽ പൊതുവിൽ മികച്ച പോളിംഗ് തന്നെയാണ്. 50% മുകളിലേക്ക് ജില്ലയിലെ പോളിംഗ് ശതമാനം പോയിട്ടുണ്ട്. പക്ഷേ നഗരസഭ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം പൊതുവെ കുറവാണ്. ജില്ലയിൽക്കാൾ 10% പുറകിലാണ് മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ്. ഇപ്പോൾ കുന്നത്തൂർ മേട് നോർത്ത് വാർഡിലെ പോളിംഗ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാടിൻ്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ 14 ദിവസത്തെ ഒളിവ് വാസം അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമായിരിക്കും അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലവിൽ രാഹുലിന് വരാൻ തടസ്സങ്ങളൊന്നുമില്ല. അതായത് നിലവിലുള്ള 2 കേസുകളിലും കോടതിയുടെ സംരക്ഷണം, അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന് വരാൻ കഴിയും. തിങ്കളാഴ്ച 2ാമത്തെ കേസിലെ ഉപാധി പ്രകാരം അങ്ങോട്ടേക്ക് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുലിൽ നിന്ന് വരുന്നതിനും തടസ്സം ഉണ്ടാകില്ല. എന്തായാലും അതിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേഷനിൽ ഏകദേശം 45% ഉച്ചവരെയുള്ള 1 മണി വരെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ്. മറ്റു ജില്ലകളിൽ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ തന്നെ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. നഗരവാസികൾക്ക് പോളിംഗിനോട് അല്പം ഇഷ്ടക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തൊട്ടിപ്പുറത്തും ഒരു ബൂത്തുണ്ട്. അവിടെ ഇപ്പോൾ ആളൊഴിഞ്ഞ അവസ്ഥയാണ്. ഈ 2 ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടർമാരില്ല. ഇത് മിക്കപ്പോഴും ഈ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇനി ഒരു 2 മണി 3 മണിയോട് കൂടി തന്നെ വോട്ടർമാർ കൂടുതലായിട്ട്, ഈ വെയിലൊന്ന് മാറുമ്പോൾ കൂടുതലായിട്ട് വോട്ടർമാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബം തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കണം. അവരോട് ചോദിക്കാം, നിങ്ങളുടെ MLA വോട്ട് ചെയ്യാൻ ഇതുവരെ എത്തിയിട്ടില്ല? MLA വോട്ട് ചെയ്യും. അല്ലെന്നാ, ഞാനല്ലല്ലോ MLA. അല്ല, എങ്ങനെ നിങ്ങളുടെ MLA ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്ത് പറയാനാ, 14 ദിവസമായിട്ട് ഒളിവിലാണ്. എനിക്കറിയില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. ഇല്ല, ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഇല്ല, അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ശരി. അദ്ദേഹം ആ വിഷയങ്ങളൊന്നും, അതായത് MLA ഉൾപ്പെട്ടിട്ടുള്ള കേസുമൊന്നും ആലോചിച്ചിട്ടില്ല. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം കുടുംബസമേതമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ പേർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.